ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ട്യൂണ കട്ട്ലേറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ക്യാൻഡ് ട്യൂണയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലത്തെ 3 ക്യാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 2 മീഡിയം സൈസ് സവാള വേണം, 3 പച്ചമുളക് വേണം, ഒരു വലിയ കഷ്ണം ഇഞ്ചി വേണം, 7 വലിയ അല്ലി വെളുത്തുള്ളി വേണം, പിന്നെ ഒരു പിടി കറിവേപ്പിലയും വേണം, പിന്നെ ഒരു 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് വേണം. അത് നമുക്ക് ആദ്യം തന്നെ വേവിച്ച് വയ്ക്കാം. പാൻ ചൂടായതിന് ശേഷം നമുക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കറിവേപ്പില ചെറുതായിട്ട് മുറിച്ചിട്ടിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള അത് നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്കൊരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ ട്യൂണ ആഡ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കട്ട്ലേറ്റ് ആകുമ്പോൾ കുറച്ച് എരിവിൽ വേണം ഉണ്ടാക്കാൻ. നമുക്ക് ഈ ക്യാൻഡ് ട്യൂണയിൽ ഓൾറെഡി എണ്ണ ഉണ്ടാകും. ഞാൻ ഈ എണ്ണ മുഴുവൻ ഊറ്റി കളഞ്ഞിട്ടാണ് ട്യൂണ എടുക്കുന്നത്. ഇനി നമുക്ക് ഈ ട്യൂണ ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയെടുക്കണം. ഒട്ടും വാട്ടർ കണ്ടൻറ്റ് ഇല്ലാണ്ട് വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കട്ട്ലേറ്റ് പൊട്ടിപ്പോകും. അതിനുശേഷം നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും വാട്ടർ കണ്ടൻറ്റ് ഒന്നും ഇല്ലാണ്ട് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എനിക്ക് എരിവ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ബ്രെഡ് ക്രംസ് റെഡിയാക്കി എടുക്കാം. ഇനി 3 സ്ലൈസ് ബ്രെഡ് ഞാൻ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട. നമുക്ക് 2 മുട്ടയും വേണം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. കട്ട്ലേറ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് 2 മുട്ട. അതിനുശേഷം നമുക്ക് ഈ ചൂടാറിയ കട്ട്ലേറ്റ് മിക്സ് ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ കട്ട്ലേറ്റ് നമുക്ക് ഈ മുട്ടയുടെ മിക്സിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 കോട്ടിങ്ങാണ് കൊടുക്കുന്നത്. ആദ്യം നമ്മൾ മുട്ടയുടെ മിക്സിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത്, അതിന് ശേഷം പിന്നെ ഒന്നുകൂടെ മുട്ടയുടെ മിക്സിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ കട്ട്ലേറ്റ് നല്ലവണ്ണം ചൂടായ എണ്ണയിലിട്ട് വറുത്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. സോ നമ്മുടെ ട്യൂണ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.